എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇവിടെ നല്ല മഴ രാവിലെ മുതൽ. അപ്പം അങ്ങനെ ഇരിക്കണ്ട. വേറെന്താ ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ? ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. അപ്പോൾ നമുക്ക് പിക്കപ്പ് പൈലായിട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് കാർഡ്സ് ഞാൻ വയ്ക്കാം. പൈല് പിക്ക് ചെയ്തിട്ട് വി വിൽ സി നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ന്യൂട്രലായിട്ട് മാത്രം കാണുക. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, ഫീലിങ്സ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവരെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന് ഒരു റിലേഷൻഷിപ്പുണ്ട്. അവർ പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നാണ് പറയുന്നത്. എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞു തരാം. അതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പൈലാണ് ഇത്. സെക്കൻഡ് പൈൽ. 3 പൈല് വയ്ക്കാം. പൈൽ 3. ഓക്കെ, 3 പൈല് വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3 ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. നമ്പർ മനസ്സിൽ വിചാരിച്ചാൽ മതി. പൈൽ 1, പൈൽ 2, പൈൽ 3 ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, പൈൽ 1 നോക്കാം. ഇത് 2 ആണ്, ഇത് 3 മാറ്റി വയ്ക്കാം. Hermit, 8 of Pentacles, Judgment, 5 of Pentacles and Knight of Swords. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം, നിങ്ങളുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഒരു സ്റ്റാൻഡ് സ്റ്റില്ല് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർ നിങ്ങളിൽ നിന്നും ദൂരേക്ക് പോയിട്ടുള്ളതായിട്ട്. റീസൺ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ്, എന്തെങ്കിലും ലൈക്ക് സിസ്റ്ററിനെ കെട്ടിക്കാനുണ്ടായിരിക്കുക, അങ്ങനത്തെ പല പ്രോബ്ലംസ്. വീട്ടിൽ കടങ്ങൾ ഉണ്ടായിരിക്കും, അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജോബ് പ്രോപ്പറായിട്ടായിട്ടുണ്ടാവില്ല, അതിനൊരു വെയിറ്റിംഗ് പീരീഡിലിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, നിങ്ങളിൽ നിന്നും ഒരു ദൂരെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ലോങ് ഡിസ്റ്റൻസിലാണ് രണ്ടുപേരും എന്ന് കാണുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ വേഗം ഒന്ന് ശരിയാക്കി തരണം. നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ. നിങ്ങളായാലും അവരായാലും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ പെട്ടെന്നൊന്ന് ശരിയാവണം, നിങ്ങൾക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുമുണ്ട് കേട്ടോ. മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് രണ്ടുപേരും തന്നെ. കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്, വിചാരിച്ച പോലെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും തനിയെ ഇരിക്കാൻ മനസ്സുകൊണ്ട് തനിയെ എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം, നിങ്ങൾക്കൊരു ക്വിക്ക് ആക്ഷൻ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ഡിവൈൻ, ഈ വെയിറ്റിംഗ് പീരീഡിലിരിക്കുന്നവരുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുക,
അടുത്തതായിട്ട് എന്തെങ്കിലും ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ഈ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നൊന്ന് പറഞ്ഞു തരും. ജസ്റ്റിസ്, എക്സലൻറ്റ്. 4 of Wands, wow. Queen of Wands, very good. 7 of Wands, ശരി. ആൻഡ് ലവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായമായിട്ട് അവരെന്താണോ പ്രവർത്തിക്കേണ്ടത് അത് തന്നെ പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലം മാറിക്കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ അവരൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു വിവാഹം, ഒരു സ്റ്റെബിലിറ്റി, ഒരു നിശ്ചയം, എൻഗേജ്മെൻറ്റ്, മാരേജ് ഒക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. അവരുടെ മനസ്സിൽ അത് തന്നെയാണ്. നിങ്ങൾക്ക് ന്യായം തരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു രാജ്ഞിയെ പോലെയാണ്. അത് എനർജി എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോഴും അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുക. ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സുകൊണ്ട് അടുത്ത് തന്നെയാണ്. അങ്ങനെയാണ്, നിങ്ങളെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ള സ്ഥിതിയാണ്. ഈ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണ്. നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി പൈൽ നമ്പർ 2ലേക്ക് പോകാം. ഇനി പൈൽ നമ്പർ 2, Temperance, 8 of Swords, 6 of Pentacles, 10 of Cups and 5 of Swords. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. കറൻറ്റ് സിറ്റുവേഷൻ അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നു. ഇതൊന്നുകിൽ അവരുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ സ്പൗസ് കുട്ടികൾ. അതൊരു തടസ്സമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പൗസ് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവിടെ അവർക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നാച്ചുറലി ഉള്ള ഫാമിലി എന്നുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഇവർ വളരെ സൂക്ഷിച്ചും എന്താ പറയുക, ഒളിച്ചും പതുങ്ങിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആഗ്രഹം അത് തന്നെയാണ്, ഒരു ഈക്വൽ ബാലൻസിൽ 2 റിലേഷൻഷിപ്പും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അവർക്ക് ഒരിക്കലും അവരുടെ ഫാമിലിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ, എന്നാൽ നിങ്ങളെ ഉപേക്ഷിക്കാനും കഴിയില്ല. അതിൻ്റെ ഈ ഒരു ജഗ്ലിങ് കാരണം ഇവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഏത് സൈഡിലായിരിക്കാം കേട്ടോ. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ തീർച്ചയായും 2ൽ ഒരാൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് ജഗ്ലിങ്ങിലാണ്, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷേ ഈ 2ഉം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കാണുന്നു. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കുന്നു നമുക്ക് നോക്കാം. ഡിവൈൻ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ അവരുടെ പേഴ്സൺ, ഈ കേസിൽ ഇവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടെങ്ങനെ ആയിരിക്കും, നെക്സ്റ്റ് ആക്ഷൻ മുന്നോട്ടെങ്ങനെ ആയിരിക്കും എന്നൊന്ന് പറഞ്ഞു തരും. നെക്സ്റ്റ് ആക്ഷനോ അല്ലെങ്കിൽ മുന്നോട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുമെന്നോ ഒന്ന് കാണിച്ചു തരും. 4 of Pentacles, Temperance, അതെനിക്കറിയായിരുന്നു അത് തന്നെ വരുന്നു. 9 of Cups, King of Cups, 10 of Pentacles. ഓക്കെ, ഇത് ഏത് സൈഡിലാണോ ഒരു ഫാമിലി ഉള്ളത് ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് തന്നെ അവർ മുന്നോട്ട് പോകും കേട്ടോ. എന്നാൽ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെയും അവർ വിട്ട് കളയില്ല എന്ന് തന്നെയാണ്. ടെമ്പറൻസിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. അതായത് 2 റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് തന്നെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഓക്കെ, ആ ഒരു പ്രോസസ്സിൽ ചില സമയത്ത് ഇവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്കും പോകാം. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വേണ്ടി അവർ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ. ഓക്കെ, പക്ഷേ അവർക്ക് ഭയങ്കര സ്നേഹമാണ് താനും. അവർ ആ ജഗ്ലിങ്ങിൽ ഒരുപാട് ജഗിൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഒരു ആക്ഷൻ എടുക്കാതെ മിണ്ടാതിരുന്ന് കളയും. പക്ഷേ നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ്, നിങ്ങളെ വിട്ട് കളയാനൊന്നും അവർക്ക് സാധിക്കില്ല. നിങ്ങളെ പ്രതി പൊസസീവുമാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ
കഴിയുന്നതും ശ്രമിക്കും, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. എന്നാൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ ഫൈനാൻഷ്യൽ ആയാലും ഇമോഷണൽ ആയാലും അവർക്കും ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട്, രണ്ടുപേരും തന്നെ. അപ്പോൾ അത് വിട്ടുകൊടുത്തിട്ടല്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് ഇൻജസ്റ്റിസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റിസ് ചെയ്ത് തന്നെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ ആലോചിക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു പൈൽ 2കാരുടെ. ഇനി പൈൽ 3യിലേക്ക് പോകാം. ഈ പൈൽ നമ്പർ 3, 3 of cups, 3 of swords, okay, 3 of pentacles, hierophant, 6 of wands, okay. നിങ്ങളുടെ പേഴ്സൺ 100% മാരീഡാണ്, അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു ജോബിൽ ഉള്ള ഒരാളാണ്. അവരൊരു പ്രീസ്റ്റ് ആയിരിക്കാം. അവിടെ വിവാഹം പോസിബിൾ അല്ലാത്ത രീതിയിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അങ്ങനെയുമായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി വെരി സ്ട്രോങ്ലി കമ്മിറ്റഡ് ആണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ആ ഡിഫറൻസസ് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ പാരൻസ് ഈ വിവാഹത്തിന് എതിർപ്പ് പറഞ്ഞിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊരു സെപ്പറേഷനിലാണ് ഇപ്പോൾ, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്ന പോലെ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത് കേട്ടോ. കാരണം ഒന്നുകിൽ പാരൻസ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല കാരണം ഈ ഡിഫറൻസസ്, അല്ലെങ്കിൽ ഇവർക്ക് വിവാഹം പോസിബിൾ അല്ല, എങ്ങനെയോ ഒരു ഇഷ്ടം തോന്നിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സെപ്പറേറ്റായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെയും അവരുടെയും പ്രാർത്ഥനകൾ പരസ്പരം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നിങ്ങളിപ്പോഴും എന്ന് കാണുന്നു. ഓക്കെ, വല്ലാത്തൊരു വേദനയിൽ തന്നെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും സാധിച്ചിട്ടില്ല, അവർക്കും സാധിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ എന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, വല്ലാതെ വിഷമം തോന്നാറുണ്ട്. പ്രാർത്ഥനയിൽ, ഹീലിങ്ങിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും, നിങ്ങളിൽ പലരും മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ടായിരിക്കും, ഹീലിംഗ് സെഷൻസ് ചെയ്യാറുണ്ടായിരിക്കും ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്നും മൂവ് ഓൺ ചെയ്യായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവിയിൽ എന്താണ് കാണുന്നത്, എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇതിൻ്റെ ഭാവിയിൽ എന്താണ് കാണുന്നത്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവിയിൽ എന്താണ് കാണുന്നത്. ടെമ്പറൻസ്, ഓക്കെ, പേജ് ഓഫ് കപ്സ്, ഹെർമിറ്റ്, ഓക്കെ, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു പാർട്ട്നേഴ്സായിട്ട് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തന്നെ മറ്റൊരാളെ ആ സ്ഥലത്തേക്ക്, അവരുടെ ആ ഒരു പൊസിഷനിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സുകൊണ്ട് രണ്ടുപേരും ഇപ്പോഴും പരസ്പരം പാർട്ട്നേഴ്സായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, കാണാറുണ്ടായിരിക്കും, ഒരു ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാമെന്നാണല്ലോ, ആ രീതിയിൽ വളരെ സട്ടിലായിട്ട് പരസ്പരം സംസാരിച്ച് പോകാറുണ്ടായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് വല്ലാത്ത വേദനയാണ് രണ്ടുപേരും അനുഭവിക്കുന്നത് എന്നും കാണുന്നുണ്ട്. സ്നേഹം ഇപ്പോൾ പുറമേക്ക് പ്രകടിപ്പിക്കാറില്ല, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടും ഭാവിയിൽ അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കാം, മെസ്സേജസ് അയക്കാം, കോൾ ചെയ്യാം, പക്ഷെ ഒരു ഫ്രണ്ട്ലി ബേസിസിൽ എന്നുള്ള രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്താൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാലൻസിലേക്ക് എത്തി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ആണ് ഭാവിയിലും നിങ്ങൾ ചിന്തിക്കുക എന്നാണ് കാണുന്നത്. കാരണം ഇത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഉണ്ട്. ഓക്കെ, അതായത് എന്നാൽ നിങ്ങളുടെ ഇടയിൽ വഴക്കോ അങ്ങനെയൊന്നുമില്ല, നിങ്ങളൊരു ബാലൻസിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാണുമ്പോൾ ഒരു ഹായ് ഹലോ സംസാരിക്കുക, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷെ മനസ്സുകൊണ്ട് രണ്ടുപേരും തന്നെ വേദന അനുഭവിക്കുന്നുമുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ ചിന്തിക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു പൈൽ 3കാരുടെ.
ഇന്ന് നമ്മളൊരു കുഞ്ഞ് റീഡിംഗ് ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്താലേ ഹൈപ്പിനുള്ള ഓപ്ഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ദയവായിട്ട് അതൊന്നും ചെയ്യുക. കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ചെയ്തു തരുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.